ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ, പഴയ മോഡൽ സ്പ്ലെൻഡറാണ്. അത് നമുക്ക് ചെയിൻ നല്ല രീതിയിൽ അടിക്കേണ്ടായിരുന്നു. അപ്പോൾ ചെയിൻ മാറ്റാൻ വേണ്ടി നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്. ചെയിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്പോക്കറ്റ് സൈഡൊക്കെ മടങ്ങിപ്പോയ രീതിയിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയിൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ലൈനർ ആയാലും അത്യാവശ്യം നമ്മൾ ക്യാമൊക്കെ തിരിച്ചിട്ട് പരമാവധി ഉപയോഗിച്ചാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്യുക, കൂട്ടത്തിൽ കിടന്ന ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്താൽ. പിന്നെ വീലിൻ്റെ ഹബിൻ്റെ സൈഡിൽ, അതായത് വീൽ ബെയറിംഗ് ആണ്, അതിൻ്റെ ഈ ഹബിലെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സീറ്റിംഗ് ഒക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് അതാണ്. അതായത് ബെയറിംഗ് വെറുതെ ഫ്രീ ആയിട്ട് കയറിയിരിക്കാനുള്ളൂ, എന്നാലും വളരെ ലൂസാണ്. കാരണം ഇത് വരുമ്പോഴത്തേക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ ബാക്ക് സൈഡ് നമുക്കൊരു ചെറിയ പാളിച്ച ഉണ്ടാവും. തന്നെയല്ല നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കടകട സൗണ്ട് വന്നുകൊണ്ടിരിക്കും. ഇത് ശരിക്കും ഇത് നല്ല രീതിയിൽ ഓവലായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സീറ്റ് ചെയ്യണേലും നല്ലത് എനിക്ക് തോന്നുന്നു ഈ ഹബ്ബ് മാറ്റുകയാണെങ്കിൽ ആ പ്രോബ്ലം പിന്നീട് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നുമല്ല, നമുക്ക് ഹബ്ബ് മാറ്റി യൂസ് ചെയ്യാം. ഹബ്ബ് മാറ്റുമെന്ന് വെച്ചാൽ കമ്പിയൊക്കെ കഴിച്ചിട്ട് ഹബ്ബ് റീസെറ്റ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബെയറിങ് സീറ്റിംഗ് അടിച്ചിട്ട് കയറ്റാമെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് സീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി കയറ്റണം. അതല്ലെങ്കിൽ വണ്ടി നമുക്ക് ഓടിക്കാനായിട്ടൊരു രീതിയിലും രക്ഷ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണം കേട്ടോ. അപ്പോൾ ഹബ്ബ് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഹബ്ബ് മാറ്റി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം 1000 ചില്ലാണ്ട് എന്തോ ഉണ്ട് ഹബ്ബിന്. പിന്നെ ബെയറിംഗ് ഒക്കെ എന്തെങ്കിലും ബെയറിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബെയറിംഗ് പുതിയ ബെയറിംഗ് ഹബ്ബിലേക്ക് പുതിയ ബെയറിംഗ് അടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ചിലവ് വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഹബ്ബ് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സീറ്റിംഗ് തന്നെ നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ നമുക്ക് ഓയിൽ ലീക്ക് ആദ്യമേ തുടങ്ങി കാണിക്കുന്നുണ്ട്. അപ്പോൾ കോയിൽ സൈഡിൽ ഈ സൈഡിൽ നിന്നുള്ള ഓയിലൊന്നുമില്ല, ഓയിൽ ലീക്കൊന്നുമില്ല. ഈ സ്പോക്കൻ്റെ ഷാഫ്റ്റുമേ എന്നുള്ള ഒരു ഓയിൽ സീലാണ്. അതായത് ആ ഓയിൽ സീലാണ് ലീക്ക് ആക്കണേ. അപ്പോൾ തൽക്കാലം ഓയിൽ സീൽ അഴിച്ചിട്ട് നമുക്കൊന്ന് മാറ്റിയിടാം. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്തായിരിക്കും എന്ന് പറയാമോ, ഈ ഷാഫ്റ്റുമേ ഈ ഓയിൽ സീൽ വർക്ക് ചെയ്ത് അതുമ്പോൾ തന്നെ ചെറിയൊരു ചാലായുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നിലവിലിപ്പോൾ എത്ര ഓയിൽ സീൽ നമ്മൾ അടിച്ചിട്ടും നിൽക്കാത്തതിൻ്റെ ഒരു റീസൺ അതാണ് കേട്ടോ. തൽക്കാലം ഇപ്പോൾ നമ്മൾ വഴിക്കുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറുമ്പോൾ മാറ്റിയിട്ടേക്കാം. കുറച്ചാളത്തേക്ക് കുഴപ്പമുണ്ടാവില്ല. ആ രീതിയിൽ തന്നെ കാരണം ആ ഷാഫ്റ്റിൻ്റെ തേമാനം കൊണ്ട് വന്നതാണ്. ആ ഷാഫ്റ്റുമ്പോൾ ഓയിൽ സീൽ വർക്ക് ചെയ്തിട്ട് അതുമ്പോൾ സ്റ്റെപ്പ് വീണിട്ടുണ്ടാവും. നമുക്ക് കഴിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ വണ്ടി നമുക്ക് ഹാൻഡിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്, അതായത് ഹാൻഡിൽ ഒരു പാളിച്ച കാണിക്കുന്നുണ്ട്. അതിനകത്ത് 2 കാരണമുണ്ട്. ഒന്ന് ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ തന്നെ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ബാക്കിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനും കണ്ടിരുന്നു നമ്മൾ. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഫ്രണ്ടിലത്തെ ബെയറിംഗ് ഒന്ന് ലൂസാക്കി ഇടാമെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ തന്നെ നമുക്ക് അടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുമ്മേ നമ്മൾ ചെയ്യണേലും നല്ലത് അഴിച്ച കോൺസെപ്റ്റ് മാറ്റിയിടേണ്ടി വരും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലെങ്കിൽ തൽക്കാലം ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ആ പൊടിക്ക് ലൂസാക്കി ഇടാം, ചെറിയൊരു അടി ഉണ്ടാവും, ആ രീതിയിൽ ഉപയോഗിക്കുക. അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റും എഞ്ചിൻ ഓയിൽ ചെയിൻ സ്പോക്കറ്റ് ഇതെല്ലാം പെടുത്തിയൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. അഫോർഡബിൾ ആണോ എന്ന് നോക്ക്. അതങ്ങനെയാണ് ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതുമ്മ കിടന്ന തലവേദന പിടിക്കണ്ട. ഈ ഓയിൽ ലീക്കിൻ്റെ ഒഴിച്ചിട്ടോ, ഓയിൽ ലീക്കിൻ്റെ ഈ പറഞ്ഞാൽ നമ്മൾ 1-2 പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഓയിൽ ലീക്കിൻ്റെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാതെ നോക്കാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കേസിനെ നമുക്ക് ചെയ്യാം. ബാക്കിയതൊക്കെ ക്ലിയറായി പോയിക്കോളും. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കേട്ടോ.